എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷനാണ് കൂലിയെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് നമ്മുടെ കലാഭൻ നവാസക്ക നമ്മളെ വിട്ടുപോയി. ഇന്നലെ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ ഈ ന്യൂസ്. ഞെട്ടിച്ചു പറഞ്ഞു. ഞാൻ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും അങ്ങനത്തെ ഒരു ഇതൊന്നും ചിന്തിക്കാണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസ് വരുന്നത്. പക്ക ഹെൽത്തി ആയിട്ടിരുന്ന ഒരാള് വളരെ പെട്ടെന്ന്, അതും ഫോട്ടോ കണ്ടപ്പോൾ അത് തെറ്റിയതായിരിക്കും, ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നൊക്കെയാണ് ആദ്യം കരുതിയത്. സത്യമായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് ഫേക്കായാൽ മതിയായിരുന്നു എന്നാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ന്യൂസ് ചാനലിലും ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴേ ഞെട്ടലായിരുന്നു. വല്ലാത്തൊരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണം. എന്തായാലും മരണങ്ങൾ നമ്മളെ വേദനിപ്പിക്കും, ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും. ശരിക്കും നമ്മൾ ചില സമയങ്ങളിൽ ചില മരണം നമ്മളിലേക്കാണ് ചിന്ത നമുക്ക് വരിക. പക്ഷേ ഈ മരണം എന്നെ അവരുടെ കുടുംബത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്കും നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കൊക്കെ ആരുള്ളത്. അതായത് ഒരു ഫാമിലി മാനായിരുന്നു, തികഞ്ഞൊരു നല്ലൊരു ഫാമിലി മാനായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫാമിലിയിലേക്ക് ചിന്ത വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ പുറത്ത് പലതും കാണിച്ച് നടക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു ഒറ്റ സാധനമാണ് ഇന്നലെ അത് വീണ്ടും നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട അത് ചിന്തയിൽ എപ്പോഴും വേണമെന്ന് പറയുന്ന കാര്യം ഇതുകൊണ്ട് തന്നെ കേട്ടോ. ഭയങ്കര ഷോക്കായിപ്പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. എന്തായാലും ഒരുപാട് സിനിമകളും നല്ല കഥാപാത്രങ്ങളും ആളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ അവസാന സിനിമ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. നല്ലൊരു കഥാപാത്രമാണ്. അതെ, അല്ല വേറെ ഏതൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളുടേതായിട്ട് പുറത്തു വന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ലാസ്റ്റത്തെ. എന്താണെങ്കിലും എന്താ പറയാ, നമ്മൾ മനസ്സിനാകെ എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഇന്നലെ അത് കേട്ടപ്പോൾ മുതൽ. എന്തായാലും ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ വളരെ പെട്ടെന്ന് തന്നെ. അതെ, ഓക്കെ. നമുക്ക് എന്തായാലും മനഃപൂർവ്വം തന്നെ ഇത് ഒരു സൈഡിലേക്ക് ആ വേദന മറച്ച് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. കൂലി സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്നൊരു ദിവസമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു അവസ്ഥ. ഒരുപാട് ആഘോഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ആഘോഷത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതെ, നമ്മളിനി അഭിനയിക്കണം. തീർച്ചയായിട്ടും സത്യം. അത് ഈ മൈൻഡിൽ നിന്ന് ആ മുഖം പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് പോയാലേ നമുക്ക് നമ്മളായിട്ട് ഫ്രീ ആവാൻ പറ്റുള്ളൂ. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് കേട്ടോ ട്രെയിലർ വരുന്നത്. അതെ, അത് ലോകേഷ് ഇട്ടുണ്ട്. 7 മണിക്കാണ് ബ്ലാസ്റ്റ് സംഭവിക്കുന്നത്. അമ്പോ കൊടൂര സാധനം തന്നെ ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനത്തെ ലെവലിലാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ പറയാം. അതാണ്, അതിലെ 2 കാര്യങ്ങളാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതെ, 2 പോസ്റ്ററുകൾ. അത് അതിനകത്ത് തന്നെ കാര്യങ്ങൾ കുറെ പറയാനുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വന്നത് ഫസ്റ്റ് സെൻസറിങ് കഴിഞ്ഞതിന്റെ പോസ്റ്റർ ആയിരുന്നു കേട്ടോ. തലൈവറുടെ പടത്തിന് A സർട്ടിഫിക്കറ്റ്. ഇതും എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. ഇത് പ്രതീക്ഷിച്ച കാര്യമല്ല. ഇത് ഒരു UA 18+, അത് എന്തായാലും കൺഫേം ആയിരുന്നു. പക്ഷേ A സർട്ടിഫിക്കറ്റ് അല്ല, 60+. അല്ല, അത് ആ സ്ഥാനത്ത് A സർട്ടിഫിക്കറ്റ് കണ്ടപ്പോഴേ ഞെട്ടി. അപ്പോൾ ലോകേഷ് പറഞ്ഞത് വളരെ സത്യമാണ്. നോ കോംപ്രമൈസ്. ഒരു കോംപ്രമൈസും ആള് നടത്തിയിട്ടില്ല. അതും വയലൻസ് നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമൃദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഈ രജനീകാന്തും പറഞ്ഞിട്ടുണ്ടാവും അത്രയും കോംപ്രമൈസ് വേണ്ടെന്നുള്ളത്. അത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, ആൾക്ക് ഇതിന് കുറച്ച് ധൈര്യം കിട്ടിയിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു ജയിലറായിരിക്കും. തീർച്ചയായിട്ടും. അതായത് നടൻ എന്ന രീതിയിൽ രജനീകാന്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ലോകേഷിന് ആൾറെഡി ഇതിന്റെ വൈബ് കുറച്ച് മുൻപേ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോളക്സ് എന്ന ക്യാരക്ടർ. ആ ക്യാരക്ടർ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ഏറ്റവും മോശം, അതായത് ആളുടെ ഒരുപാട് മോശം, അതായത് വൃത്തികേട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ആൾക്കാരെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും മോശമായി ചെയ്തിട്ടുള്ളത് അത് റോളക്സാണ്. ആ 5 മിനിറ്റ് ആണെങ്കിലും അതിലൊരു തല വെട്ടുന്നു, എന്നിട്ട് ആ ആളുടെ ബ്ലഡ് വായിലേക്ക് തെറിച്ചത് അത് വെച്ച് പല്ല് കേൾക്കുന്നു. ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ അമ്മാരി ക്രിമിനലിനെ അത്ര ക്രൂരമായിട്ട് ഒരു വില്ലനെ കാണിക്കുന്നു. ആ വില്ലനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നു. സത്യം. അപ്പോൾ അതുകൊണ്ട് അത് ആ ഭാഗത്തു നിന്നുള്ള ധൈര്യം തന്നെയാണ്. ജയിലറുണ്ടല്ലോ, തല വെട്ടുന്നൊരു സീനാണ്. സത്യം. എനിക്ക് മിസ്സായ സാധനം. ഞാൻ പിന്നീട് അത് OTT വന്നപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ഞാൻ തിയേറ്ററിൽ നിന്ന് കറക്റ്റ് ഞാൻ പുറത്തോട്ട് പോകലും
സീനതാ. ഇവന് ഞാൻ തിരിച്ചു വന്നപ്പോ കട്ട് ചെയ്തിട്ട് ഇവന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് രാവിലെ വയറ്റിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ, പക്ഷെ എങ്കിലും അവൻ അതുവരെ ഇരുന്നു. എന്നിട്ട് ഈ കൃത്യസമയം ഈ ഒരു സീനെത്തിയപ്പോ ആള് വെളുപ്പിനെ 5 മണിക്ക് എണീറ്റ് പോയതാണ്. അതെ, അവിടെ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് എണീറ്റതാണ്. ആ സമയത്ത് അത് മിസ്സായി. ഞാൻ അവനോട് പറഞ്ഞാണ് കട്ടൻ അടിക്കണ്ട, കട്ടന ചായ അല്ലെ കോഫി വെറുമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞതാ. പ്രശ്നമായി. സത്യം. എനിക്കും അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് കൽക്കി സിനിമയുടെ നമ്മുടെ അർജുനൻ വരുന്ന ആ ഒരു സീൻ, ആ സമയത്ത് ഇറങ്ങി ഒരൊറ്റ പോക്കാം. പക്ഷെ അതിന് കാരണം അറിയോ, എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി ഒപ്പനയായിരിക്കും. കാരണം നമ്മളിത് കണ്ടതാണല്ലോ, സിനിമകൾ ഇങ്ങനെ കണ്ട് ഇപ്പൊ ഇവിടെ ഒരു സോങ് ആണ്, ആ സോങ് കൊണ്ട് കുറച്ച് നേരം അത് മുന്നോട്ട് പോകുന്നുള്ള ആ ഒരു കണക്ക് കൂട്ടലില് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷെ ആ സോങ് വളരെ പെട്ടെന്ന് തീർന്നു. അതാകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അത് തുടങ്ങി ആ ഒരു 2 ലൈനൊക്കെ പാടി കഴിഞ്ഞാൽ നിന്ന്, അതായത് ആ കുറെ വട്ടത്തിലൊക്കെ ആ ഒരു സീൻ ഉണ്ടല്ലോ, ശോഭനയുടെ ആ ഭാഗം. പിന്നെ കാണുന്നത് അർജുനൻ സാധന. അതെ, ഞാനത് പക്ഷെ തിയേറ്ററിൽ നിന്ന് തിരിച്ചെടുത്തു, രണ്ടാമത് പോയി കണ്ടപ്പോ. ഓക്കെ, എന്തായാലും സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കൂലി സിനിമക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഇതൊരു ഞെട്ടൽ തന്നെയായിരുന്നു. സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പോസിറ്റീവുമാണ്, ചില സമയങ്ങളിൽ അത് നെഗറ്റീവാണ്. അതായത് കാത്തിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട്, 18 വയസ്സ് അടുക്കുന്നവർ, അവർക്കൊക്കെ മിസ്സിങ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു മിസ്സിംഗ് ഒന്നും ഇന്ത്യയിലില്ല. തിയേറ്ററുകളിലൊക്കെ നൈസായിട്ട് അവർ കയറ്റി വിടും. മാർക്കോയ്ക്കൊക്കെ നമ്മൾ കണ്ടതല്ലേ, അജാതി വയലൻസ് ഉണ്ടായിട്ടും അതിനൊക്കെ എത്രയോ പിള്ളേരെ കയറ്റിക്കൊണ്ട് പോയത്. അത് കുടുംബടക്കി തന്നെ ഫാമിലി കൊണ്ടുപോകുന്ന അവസ്ഥയാണല്ലോ. അതെ, അപ്പൊ അതൊന്നും ഒരു വിഷയമായിട്ട് വരൂല. പക്ഷെ ഇതൊരു ക്രിമിനൽ തെറ്റാണോ? 18 വയസ്സെന്ന് പറഞ്ഞ് 18 വയസ്സിന്റെ മുകളില് താഴെയുള്ള കുട്ടികളെ കയറ്റുന്നത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അനുമതി കൊടുക്കുന്നവരാണ് അതിന് ശിക്ഷ അർഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കോയ്ക്ക് PVR മാത്രമാണ് എറണാകുളത്ത്. അത് ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ, ചേട്ടാ ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. കേട്ടു 5 വയസ്സുള്ള കൊച്ചിനെ കൊണ്ടൊക്കെയാണ് തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടത്. അതാ പറഞ്ഞേ, അങ്ങനത്തെ അവസ്ഥയാണ്. തിയേറ്ററുകാരെന്തായാലും പിടിച്ചു നിർത്തുന്നില്ല. എന്താണെങ്കിലും മറ്റൊരു പോസ്റ്ററും കൂടി വന്നിട്ടുണ്ട്. അതായത് ട്രെയിലർ ഇന്ന് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ഭീകര സാധനം കേട്ടോ. അഴിഞ്ഞാട്ടം കാണാം അങ്ങേരുടെ. അത് കണ്ടപ്പോ രജനീകാന്തിന്റെ തലയാണ് വലുത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മുന്നില് ഒരു ചെറിയ വിഗ്രഹം നിൽക്കുന്നുണ്ട്. നമ്മുടെ ബാഹുബലി സിനിമ കറക്റ്റ് ഫീൽ ചെയ്തു പോസ്റ്റർ. അതായത് ആ സ്റ്റാച്ചു നിൽക്കുന്നുണ്ടല്ലോ, വലിയ സ്റ്റാച്ചു, അതിന്റെ മുകളിലേക്ക് ശരിക്കും ആളുടേത് ചെറുതാണ്, പക്ഷെ അതുക്കും മേലെ ഒരു സ്റ്റാച്ചു. അതായത് നമ്മുടെ നാഗാർജുനന്റെ ആ ഒരു ഫോട്ടോ. അത് ഏത് വൈബാണ് വരവ്. അങ്ങേര് തൂക്കും, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഈ ഒരു പോസ്റ്ററിൽ നിന്ന് മാത്രം പറയാൻ പറ്റും നാഗാർജുന അഴിഞ്ഞാട്ടായിരിക്കും. നാഗാർജുന 40 കരിയറിലെ 40 ഭാഗ്യവാൻ 40 വർഷത്തെ കരിയറില് ആൾക്ക് ഇതുവരെ ഈ ഒരു രീതിയിലുള്ള ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ലോകേഷ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ആളെ അത് കൺവിൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം എത്ര ക്രൂരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. അതാ പറഞ്ഞേ, ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോ മനസ്സിലായി ലോകേഷ് പറഞ്ഞത് പച്ചയായ സത്യമാണെന്നുള്ള കാര്യം. അല്ലാതെ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ വരവ് ഏതെന്ന് മനസ്സിലായോ? അന്ന് ലീക്കായ കൊണ്ട് താല അടിച്ച് പൊളിച്ചിട്ട് ഒരാളിങ്ങനെ ചെയറിൽ തിരിക്കുന്നു, അതിന്റെ മുകളിലേക്ക് ചാടി കയറിയിട്ട് തല ഇങ്ങനെ അതല്ലേ വരുന്നതിനകത്തല്ലേ ഫുള്ള് ബ്ലഡും എന്നിട്ട് ഒരു മറ്റേ സാധനം ഉണ്ടല്ലോ, ഒരു ഹായ് ഒക്കെ എന്ത് ഭീകര സാധനം. ഇത് എന്തായിരിക്കും ആ സീന് ഒന്ന് ആലോചിച്ച് നോക്കി. അനിരുദ്ധിന്റെ BGM-ഉം ബാക്കിയുള്ള സംഭവങ്ങൾ കൂടി വരുമ്പോ ആ നടന്നു വരുന്ന ഏത് ഐറ്റം ആയിരിക്കും. ഇതൊരു മുതൽ ഐറ്റം ആയിരിക്കും. സൈമൺ ഇത് റോളക്സ് പോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു സാധനമായിരിക്കും. പലയിടങ്ങളിലും ഇപ്പോഴും. അതായത് ഫാൻസ് തിയറി ഉണ്ട്, ഇത് ലോകേഷിന്റെ LCU തന്നെ കൺഫേം ആണ് 100% എന്നൊക്കെയുള്ള രീതിയിൽ പലരും പറയുന്നുണ്ട്. ആള് ഈ അടുത്ത് പോലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് LCU അല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വീണ്ടും തോന്നി, അറിയാതെ ചിന്തിച്ചു പോവാണ്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തെ മുതൽ ഒരു 1:30 മുതലായിരിക്കും. കൃത്യം 7 മണിക്ക് ഒഫീഷ്യൽ ട്രailer വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അതെ, നമുക്ക് എന്തായാലും 7 മണിക്ക് കാത്തിരിക്കാം. ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ
പക്ഷെ അത് ട്രെയിലർ correct വിടും. വിടുമായിരിക്കും. Yes. എന്തായാലും അപ്പോൾ കാത്തിരിക്കാം. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. മറ്റൊരു വിശേഷം വരാനുണ്ട് കേട്ടോ. ഉടനടി ദേശീയ അവാർഡ് എന്ന ഒരു പ്രഹസനം, ഒരു കോമഡി, അതെ, ഒരു കോമഡി സാധനം. അത് ഒരു ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു കോമഡി സിനിമ കണ്ടാൽ പോലും ഇത്രയും നമ്മൾ അതാ ചിരിക്കുന്നത്. പറയാ, നമുക്ക് ഒരു 10 മിനിറ്റ് കോമഡി ചെയ്യാനുള്ള ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ വരും. അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്ത് ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ഒന്നും കൂടെ ഒരു കാര്യം കൂടി ഇടപെടാം. അത് ട്രെയിലറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു 100-110% പറഞ്ഞൊരു പ്രഡിക്ഷൻ ഉണ്ട്. അതായത് ആമിർ ഖാൻ എല്ലാവരും ഉണ്ടാവുന്നത് അത് ഉറപ്പാണ്. വരട്ടെ, കണ്ടു തീരുമാനിക്കാം. അപ്പം ബൈ.